പരസ്യമായ ഒരു രഹസ്യമാണ് സ്ത്രീകൾ സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ളത്. അതായത് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ, അവരുടെ കുഞ്ഞുമക്കൾ, അവരുടെ എല്ലാം ജീവിതവും ഭാവിയും പ്രതിസന്ധിയിലാണ്. അവർക്ക് നിയമപരിരക്ഷയുണ്ട്. എന്താണ് അവർക്കുള്ള നിയമപരിരക്ഷകൾ? അതിനോടൊപ്പം അവർക്കുള്ള സർവീസുകളും സ്കീമുകളും എന്താണ്? അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് റീന ജോൺ, ജെൻഡർ സ്പെഷ്യലിസ്റ്റുകളായ അശ്വതി, ദീപ ജോസ് എന്നിവരുണ്ട്. മാം സ്വാഗതം. മാം, ഈ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള നിയമപരിരക്ഷകൾ എന്തൊക്കെയാണ്? 2005 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുവാനായിട്ട് നമ്മുടെ സർക്കാർ നിയമം പാസ്സാക്കിയത്. നിയമം നമ്മുടെ സംസ്ഥാനത്ത് 2006 ഒക്ടോബർ 26 പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം നമ്മുടെ വീടുകളുടെ അകത്ത് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും, മകളായിക്കൊള്ളട്ടെ, സഹോദരി ആയിക്കൊള്ളട്ടെ, ഭാര്യയോ അമ്മയോ അമ്മൂമ്മയോ ആരായാലും, ഏത് സ്ത്രീയാണ് ഗാർഹിക പീഡനം അനുഭവിക്കുന്നതെങ്കിൽ ആ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്നാണ് നിയമം പറഞ്ഞു വയ്ക്കുന്നത്. ഗാർഹിക ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ നിയമപ്രകാരം ഒരു സ്ത്രീക്ക് ഇവിടെ ഈ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഗാർഹിക ബന്ധമെന്ന് പറഞ്ഞാൽ അത് രക്തബന്ധമാകാം, വിവാഹത്താലുള്ള ബന്ധമാകാം, കൂട്ടുകുടുംബമായി ഒരുമിച്ച് താമസിക്കുമ്പോഴുള്ള ഒരു ബന്ധമാകാം, ദത്തെടുക്കലിലൂടെ വരുന്ന ബന്ധമാകാം, വിവാഹത്തിൻ്റെ സ്വഭാവത്താലുള്ള ബന്ധമാകാം. വിവാഹിതരല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തികൾ പോലും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നിയമപരമായി ഒരു സ്ത്രീക്ക് നേരിട്ട് ഒരു കോടതിയെ സമീപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ നിയമത്തിന് കീഴിലുള്ള സർവീസ് പ്രൊവൈഡിംഗ് സെൻറ്ററുകളെ സമീപിക്കാം. ഈ സർവീസ് പ്രൊവൈഡിംഗ് സെൻറ്ററുകൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സെൻറ്ററുകളെല്ലാം തന്നെ ഒരു ആഴ്ചയിൽ 3 ദിവസം 3 മണിക്കൂർ വീതം ഒരു വനിതാ അഭിഭാഷകയുടെ സൗജന്യമായ സേവനം ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ മറ്റെന്തെങ്കിലും നിയമങ്ങൾ സ്ത്രീകൾക്കായിട്ടുണ്ടോ? PWDV ആക്ട് കൂടാതെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമമാണ് 1961 പാസ്സാക്കിയ ഡവറി പ്രൊഹിബിഷൻ ആക്ട്. 1961 നിയമം പാസ്സാക്കി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം എന്ന ഒരു ദുരാചാരം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കേസുകൾ, വലിയ പ്രമാദമായ കേസുകൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് നാൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതോടുകൂടി അത് അവസാനിക്കും. വീണ്ടും ഒരു കേസ് വരുമ്പോഴാണ് വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചയിലേക്ക് പോകുന്നത്. നിയമപ്രകാരം സ്ത്രീധനം വാങ്ങുന്നത്, കൊടുക്കുന്നത്, വാങ്ങുവാനും കൊടുക്കുവാനും പ്രേരിപ്പിക്കുന്നത്, ചോദിക്കുന്നത് എല്ലാം കുറ്റകരമാണ്. മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ പോഷ് ആക്റ്റാണ്. 2013 പാസ്സാക്കിയ പോഷ് ആക്ട് സ്ത്രീ വീടുകളിൽ മാത്രമല്ല സമൂഹത്തിലേക്ക്, തൊഴിലിടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങുമ്പോൾ അവിടെയും സ്ത്രീ സുരക്ഷിതയല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈശാഖയും സ്ത്രീകളുടെ മറ്റ് സംഘടനകളും ചേർന്ന് സുപ്രീം കോടതിയിൽ കൊടുത്ത പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് പോഷ് ആക്ട് 2013 നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പാസ്സാക്കിയത്. പോഷ് ആക്ടിന് മുഴുവൻ പേരെന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെന്റ്സ് ഓഫ് വുമൺസ് അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് എന്നാണ്. ഈ നിയമപ്രകാരം നിയമം പറയുന്നത് ഒരു തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഉണ്ടായാൽ അതിനുള്ള പരിഹാരം അവിടെ തന്നെ കാണണം. ലൈംഗിക അതിക്രമങ്ങൾ അവിടെ തന്നെ നിരോധിക്കണം. അതിന് എങ്ങനെ ഒരു മാറ്റം വരുത്താമെന്ന് തൊഴിലിടം തന്നെ കണ്ടെത്തണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. 2 കമ്മിറ്റികളാണ് പ്രധാനമായും ഈ നിയമത്തിലുള്ളത്. ഒന്ന് ഇന്റേണൽ കമ്മിറ്റി. 10 അതിലധികമോ ജോലിക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിർബന്ധമായും ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ഇനി ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ അവിടെ 10-ൽ കുറവേ അംഗങ്ങളുള്ളൂ, മാത്രവുമല്ല ചില സമയങ്ങളിൽ പരാതി തൊഴിലുടമയ്ക്ക് തന്നെ എതിരെയാകുമ്പോൾ ആ സാഹചര്യങ്ങളിൽ എല്ലാ ജില്ലകളിലും ഒരു ലോക്കൽ കമ്മിറ്റി ഉണ്ട്. അവിടെയാണ് പരാതിപ്പെടേണ്ടത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയമമാണ് 2013 പോഷ് ആക്ട്. ഇതുകൂടാതെ നമ്മുടെ 2024 ജൂലൈ 1 മുതൽ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ അതിലെ ഒരു അധ്യായം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പൂർണ്ണമായി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, അതിനെന്തൊക്കെയാണ് ശിക്ഷകൾ നൽകുന്നത് തുടങ്ങി വളരെ വിശദമായ രീതിയിൽ ഭാരതീയ ന്യായ സംഹിതയിൽ വിവരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മാം, കുട്ടികൾക്കായുള്ള മറ്റ് നിയമപരിരക്ഷകൾ എന്താണ്?
നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് കുട്ടികളുടെ പ്രൊട്ടക്ഷനും കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്കുള്ള നിയമമാണ് ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട്. 2006 ശൈശവ വിവാഹം നമ്മുടെ ഇന്ത്യയിൽ പൂർണ്ണമായി നിരോധിച്ചത്. അതിനു മുമ്പ് 1929 സർദ ആക്ട് എന്ന പേരിൽ ശൈശവ വിവാഹം നിയന്ത്രിക്കുകയാണ് ചെയ്തത്, ഒരിക്കലും പൂർണ്ണമായി നിരോധിച്ചില്ല. 2006 നമ്മുടെ ഇന്ത്യയിൽ ശൈശവ വിവാഹം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കി. പക്ഷേ ഇന്നും പലപ്പോഴും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും കേരളത്തിൻ്റെ മറ്റു പല ജില്ലകളിലും ശൈശവ വിവാഹം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യം തന്നെയാണ്. മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബാലവേല നിരോധിച്ചുകൊണ്ട് നിയമം 1986 പാസാക്കി. ആ നിയമപ്രകാരം 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാൻ പാടില്ല എന്നും 14നും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ കൊണ്ട് മാരകമായ തരത്തിൽ ഉപദ്രവമേൽക്കുന്ന തരത്തിലുള്ള ഒരു ജോലികളും ചെയ്യിക്കാൻ പാടില്ലെന്നും നിയമപരമായി പാസാക്കി വെച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് 2012 പാസാക്കിയ പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ച്വൽ ഒഫൻസ് ആക്ട്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുവാനായിട്ട് 2012 പാസാക്കിയ നിയമം 2012 നവംബർ 14 നമ്മുടെ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് കേസുകൾ കുഞ്ഞുങ്ങളെ ലൈംഗികമായി അതിക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2015 നമ്മുടെ സംസ്ഥാനത്ത് പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ കുട്ടികളെ പലതായി തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധയും സംരക്ഷണവും വേണ്ട കുട്ടികളെ കുറിച്ച് ഒരു ഭാഗം പറയുന്നു, മറ്റൊരു ഭാഗം ലൈംഗികവുമായും അല്ലാതെയുമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളെ കുറിച്ചും പറയുന്നു. നിർഭയ കേസിന് ശേഷമാണ് ഈ 2015 ചൈൽഡ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ ഭേദഗതി വന്നത്. 16 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടിയുടെ മാനസിക അവസ്ഥ കൂടി പരിഗണിച്ച് ആ കുട്ടിക്ക് കുറ്റകൃത്യം ചെയ്യാനുള്ള മാനസിക അവസ്ഥയുണ്ടെങ്കിൽ അവരെ മുതിർന്നവരായി കണക്കാക്കി അതുപോലെ ആ കേസ് നടത്തണമെന്നാണ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2015 പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പം ഒത്തിരി ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ഇപ്പം നമ്മൾ സംസാരിച്ചു. കുട്ടികൾക്കുള്ള സംവിധാനങ്ങൾ എന്താണ്? ഇപ്പം സമൂഹത്തിൽ സ്ത്രീകളെ പോലെ തന്നെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ളൊരു വിഭാഗം തന്നെയാണ് കുട്ടികൾ. ഇന്നത്തെ കുട്ടികളാണ് നമ്മളുടെ നാളത്തെ പൗരന്മാരായി വരുന്നത്. അപ്പോൾ നാളത്തെ ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നതിൽ കുട്ടികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എന്നിരിക്കെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്കായി നിയമപരിരക്ഷയും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് പ്രാബല്യത്തിലുള്ള JJ ആക്ട് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2015 അനുശാസിക്കുന്ന വിധത്തിൽ എല്ലാ ജില്ലകളിലും കേരളത്തിലെ 14 ജില്ലയിലും ജില്ലാ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംവിധാനമാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ. ജില്ലയിൽ 1 വീതമാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്. ഈ യൂണിറ്റ് വഴിയാണ് കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപനം ചെയ്തു വരുന്നത്. അവിടെ ഒരു ടീമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള പ്രൊജക്റ്റുകൾ DCPU വഴി ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നുണ്ട്. അത്തരത്തിലൊരു ഡൈമെൻഷണൽ അപ്രോച്ചാണ് അവിടെ ഏകോപിപ്പിച്ച് വരുന്നത്. ഇപ്പോൾ JJ ആക്ട് പ്രകാരം കുട്ടികളെ നിർവചിക്കുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയാണ്. 0 to 18 ആണ് ഏജ് കാറ്റഗറി വരുന്നത്. ഇപ്പോൾ JJ ആക്ട് പ്രകാരം തന്നെ കുട്ടികളെ പ്രധാനമായിട്ടും 2 വിധത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതുപോലെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. അപ്പോൾ ഈ 2 വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ 2 വിഭാഗത്തിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് വേണ്ടത് അതേ തരത്തിൽ 2 തരത്തിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം പോക്സോ കേസിലൊക്കെ വിക്റ്റിമായിട്ട് വരുന്ന കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്, കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെയാണ്, ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരുകൾ തന്നെയാണ് പ്രതികളായി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരുടെ റീഹാബിലിറ്റേഷൻ നോക്കുമ്പോൾ വീട്ടിൽ അത് സാധ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ പുനരധിവാസം അപ്പോൾ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള CCI എന്ന് പറയും, ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് ഈ കുട്ടികളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഈ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് വഴിയാണ് അത്തരത്തിലുള്ള കുട്ടികളുടെ ഹോം സ്റ്റഡിയും എൻക്വയറികളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് CWC വഴിയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ CNCP കുട്ടികളെ നമ്മൾ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നത്. അപ്പം ഈ ഷെൽട്ടർ ഹോം വഴി കുട്ടികളുടെ പുനരധിവാസവും ഭക്ഷണം, വസ്ത്രം, അവരുടെ വിദ്യാഭ്യാസം പ്രധാനമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നീഡ്സ് എല്ലാം
അറ്റൻഡ് ചെയ്തുകൊണ്ട് അവർ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് വരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അവർ കഴിഞ്ഞു വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സർവീസുകൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ചിലപ്പം ഒരു കുട്ടിക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ കുടുംബത്തിൽ തന്നെ നിർത്തി നമുക്ക് സംരക്ഷിച്ച് പോരാൻ പറ്റും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നതല്ല, ആ കുട്ടിയെ സ്വന്തം കുടുംബത്തിൽ തന്നെ നിർത്തി സംരക്ഷിക്കുന്നതാണ് ആ കുട്ടിയുടെ ഭാവിക്ക് ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ കുടുംബത്തിൽ തന്നെ നിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന പദ്ധതികളെല്ലാം തന്നെ DCPU വഴി നടത്തി വരുന്നുണ്ട്. സ്പോൺസർഷിപ്പ് എന്ന് പറയും, പ്രിവെൻറ്റീവ് സ്പോൺസർഷിപ്പ്. അപ്പോൾ അത്തരത്തിലുള്ള സ്പോൺസർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ കുടുംബത്തിൽ തന്നെ സംരക്ഷിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിൽ സഹായം കൊടുത്തു വരുന്നതാണ്. അതുപോലെ തന്നെ അഡോപ്ഷൻ, ഫോസ്റ്റർ കെയർ, ഇതിനെല്ലാം ഒരു കുടക്കീഴിൽ, ലീഗലായിട്ടുള്ള ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് DCPU ആണ് അതിൻ്റെ ഒരു ജില്ലാ തലത്തിലുള്ള മേൽനോട്ടം വഹിച്ചു വരുന്നത്. ഇപ്പോൾ ഫോസ്റ്റർ കെയറിൽ ഒരു കുട്ടിയെ എടുക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്കൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലോ എല്ലാം നമ്മൾ DCPU തന്നെയാണ് സമീപിക്കേണ്ടത്. അപ്പോൾ അവരുടെ ഹോം സ്റ്റഡി, കാര, സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി, ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു മേൽനോട്ട്, ഒരു നമുക്ക് അറിയില്ലല്ലോ, സാധാരണ ഒരു മനുഷ്യന് ഇത്തരം സർവീസുകളെ കുറിച്ച് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ട വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതെല്ലാം തന്നെ ജില്ലാ തലത്തിൽ മോണിറ്റർ ചെയ്തു വരുന്നത് ഈ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾ വഴിയാണ്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. അതിനോടൊപ്പം തന്നെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, നിയമവുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾ, അത്തരം കുട്ടികളുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ പുനരധിവാസത്തിന് വേണ്ടുന്ന കാര്യങ്ങളും അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾ വഴി നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സർവീസാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ, ഓക്കെ, ആദ്യം ചൈൽഡ് ലൈൻ എന്നുള്ള പേരിലായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത്. 1098 എന്ന നമ്പർ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു നമ്പറാണ്. ഇപ്പോഴും അതേ നമ്പർ തന്നെയാണ് 1098. പക്ഷേ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ അണ്ടറിലാണ് ആ സംവിധാനം പൂർണ്ണമായും പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിലോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ 1098 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഈ കോള് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതിനെ തുടർന്ന് ഒരു ഫീൽഡ് ലെവൽ എൻക്വയറി നടക്കുകയും അത് അധികാരികളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും വേണ്ടുന്ന മേൽ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ CHLൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അടുത്തതായിട്ട് അറിയേണ്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കും, അതായത് എന്തിനും നമുക്ക് സാമ്പത്തിക സഹായം ആവശ്യമാണ്, അതില്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് സ്ത്രീകൾക്കും കുട്ടികൾക്കും, ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് നൽകുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ പലതരം സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ PMMVY എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട്. അത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ്റെ കീഴിൽ വരുന്ന സെക്ഷൻ 4ൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആ ഒരു രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. PMMVY എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ഇത് 2017 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു അമ്മയ്ക്ക് അമ്മയുടെ പ്രസവത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ കുട്ടി, ആണായിക്കോട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, ആ കുട്ടിയുടെ ആ ബർത്ത് രജിസ്ട്രേഷൻ, അതായത് ബർത്ത് രജിസ്ട്രേഷന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ അതിനുശേഷം ബർത്ത് രജിസ്ട്രേഷൻ, ഇമ്മ്യൂണൈസേഷൻ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ഈ ധനസഹായം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഘട്ടത്തിലായിട്ടാണ് ധനസഹായം പ്രൊവൈഡ് ചെയ്യുന്നത്. മൊത്തത്തിൽ 5000 രൂപയാണ് കൊടുക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യമാണ് പ്രധാനമായിട്ടും ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ചും സ്ത്രീകൾ ജോലി ചെയ്യാതിരിക്കുന്ന ഒരു സമയം, ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു ധനസഹായം പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഘട്ടത്തിലായിട്ടാണ് 2000, 3000 രൂപ എന്നുള്ള രീതിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പും അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴുമാണ് ഈ ഘട്ടങ്ങൾ പൂർത്തിയാകുന്നത്. പിന്നെ 2022 തുടങ്ങിയാണ് രണ്ടാമത്തെ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ, അതായത് നമ്മുടെ നാട്ടിൽ നിന്നല്ല, പെൺകുട്ടികൾക്ക് എതിരെയുള്ള ആ ഭ്രൂണഹത്യ റേറ്റ് ഒക്കെ കൂടുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ധനസഹായം കൂടി മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് 6000 രൂപയുടെ ധനസഹായമാണ് നൽകുന്നത്. ഇത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് അതിനൊരു കാലാവധികൾ പറയുന്നുണ്ട്.
അപ്പോൾ ആ കാലാവധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുക. നിയറസ്റ്റ് ആയിട്ടുള്ള അംഗൻവാടികളിലോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അംഗൻവാടി വർക്കേഴ്സ് വഴി തന്നെ രജിസ്റ്റർ ചെയ്യാനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ മറ്റ് സ്കീമുകൾ എന്ന് പറഞ്ഞാൽ മംഗല്യ എന്നൊരു സ്കീമുണ്ട്. ഈ സ്കീം വരുന്നത് ഇപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞു, എന്തെങ്കിലും ഒരു കാരണവശാൽ ഇപ്പോൾ വിധവയാവുകയോ അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതെ ഇത്ര നാളുകൾ കഴിഞ്ഞു, 7 വർഷത്തോളമായി ഇല്ല, അപ്പോൾ ഒന്നുകൂടി ഒന്ന് പുനർവിവാഹം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുനർവിവാഹം ചെയ്തു. ഈ പുനർവിവാഹം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, ആദ്യത്തെ ഒരു വിവാഹത്തിൽ തന്നെ നമ്മുടെ സമ്പത്തെല്ലാം ആ ഒരു കുട്ടിക്ക് ആ ഒരു വിവാഹത്തിലൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന രീതിയാണ് ഒരിടത്തരം കുടുംബത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ അവരുടെ കയ്യിലൊന്നും അവശേഷിക്കുകയില്ല. അപ്പോൾ ഈ പുനർവിവാഹം ചെയ്തതിന് ശേഷം ഒരു 6 മാസത്തിനുള്ളിൽ ഈ മംഗല്യ സ്കീമിൽ രജിസ്റ്റർ ചെയ്താൽ ഒരു 25,000 രൂപ അതിലൊരു ധനസഹായം എന്നുള്ള രീതിയിൽ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. ഇതുകൂടാതെ ഇതേപോലെ സ്ത്രീകൾക്ക് നൽകപ്പെടുന്ന മറ്റൊരു സ്കീമാണ് വിദ്യാധനം എന്ന് പറയും. ഇതിനു മുമ്പ് ഇതിൻ്റെ പേര് വനിതാ ഗൃഹനാഥരായിട്ടുള്ളവർക്കുള്ള സാമ്പത്തിക ആനുകൂല്യം എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ ഇത് വിദ്യാധനം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിധവകൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് സ്ത്രീകൾ ഒരു വീട്ടിൽ ഗൃഹനാഥരായിരിക്കേണ്ടി വരുന്ന അവസ്ഥ, അവർ ജോലി ചെയ്ത് കുടുംബം പുലർത്തേണ്ട ഒരവസ്ഥ, അത് മിക്കവാറും ചിലപ്പോൾ ഭർത്താവിനൊരു നട്ടലിന് ക്ഷതം സംഭവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മയായ ഒരു സ്ത്രീയാവാം. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഭർത്താവിനെ കാണാതായി ഇത്ര വർഷം കഴിഞ്ഞു, അപ്പം കുടുംബം മുമ്പോട്ട് പോകാൻ അവിടെ ജോലി കറങ്ങേണ്ട ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളൊക്കെയുള്ള ആളുകൾക്കാണ്, അതുപോലെ ഡിവോഴ്സ്ഡ് ആയിട്ട് ജീവിക്കുന്നവർ, പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ വിദ്യാധനം എന്നുള്ള, അവരുടെ കുട്ടികൾക്ക് 2 കുട്ടികൾക്കോളം പഠിക്കാനുള്ള സംവിധാനം എന്നുള്ള രീതിയിലാണ് വിദ്യാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു സ്കീമെന്ന് പറഞ്ഞാൽ വിധവകൾക്കായിട്ടുള്ള ഒരു സ്കീമാണ് അഭയകിരണം എന്ന് പറയും. അതായത് മക്കൾ നോക്കാനില്ല, 50 വയസ്സിന് മേളിലായി, കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾ, അനിയത്തി ആയിക്കോട്ടെ, ചേട്ടനല്ല, അല്ലെങ്കിൽ മറ്റ് റിലേഷനിലുള്ളവരായിക്കൊള്ളട്ടെ, അവർ ഇവരുടെ ചുമതല ഏറ്റെടുത്ത് ഇവരെ നോക്കുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇവരെ നോക്കുന്നതിന് ഉള്ളൊരു സാമ്പത്തിക സഹായമായിട്ട് മാസം 1000 രൂപ എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു പെൻഷൻ സ്കീം പോലെയായിട്ടാണ് അഭയകിരണം നമ്മൾ ചെയ്യുന്നത്. ഇതുകൂടാതെ ഇനി വരുന്ന മറ്റൊരു സ്കീമാണ് പടവുകൾ. വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുവാൻ നൽകുന്ന സാമ്പത്തിക സഹായമാണ്. അത് ട്യൂഷൻ ഫീ, മെസ് ഫീ, അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫീ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾ മെറിറ്റ് സീറ്റിൽ അംഗീകൃത സർവകലാശാലകളിൽ പഠിക്കണമെന്ന് നിർബന്ധമുണ്ട്. പിന്നെ മറ്റൊരു സ്കീമാണ് സഹായഹസ്തം. സഹായഹസ്തം ഇതേപോലെ തന്നെ വിധവകളായിട്ടുള്ളവർക്ക് നൽകുന്ന ഒരു സ്കീമാണ് സഹായഹസ്തം. 55 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ അവരൊരു 5 വർഷത്തോളമായിട്ട് അവരൊരു ജോലി ചെയ്യുന്നു, ഒരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ആ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു 1 ടൈം പേയ്മെൻറ്റാണ്, അതായത് 30,000 രൂപയോളം വരും. ഇങ്ങനെയുള്ള കുറച്ച് സ്കീമുകളാണ് നമ്മുടെ ഇതിന് കീഴിൽ വരുന്നത്. അതേപോലെ തന്നെ ഈ വിദ്യാധനം പറയുമ്പോൾ അതിനകത്ത് 2 തരത്തിലുള്ള, അതായത് 2 സെക്ഷൻ വഴിയാണ് ഇത് വിദ്യാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും, അതായത് പാർട്ട് എന്ന് പറയുന്നത് സെക്ഷൻ എയിൽ വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും, പിന്നെ വരുന്നത് ART തെറാപ്പി എടുക്കുന്നവർ, അവർക്ക് മുൻഗണനയുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള സ്ത്രീകൾ ആരെങ്കിലും, അതായത് ART തെറാപ്പി ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ, ART എന്താണെന്ന് ഒന്ന് പറയാമോ? അതായത് എയ്ഡ്സ് രോഗികൾക്ക്, അതായത് ഹോസ്പിറ്റലുകളുടെ കീഴിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ ART എന്ന് വെച്ചാൽ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എടുക്കുന്ന അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അവർക്ക് മുൻഗണനയുണ്ട്. അങ്ങനെ 2 രീതിയിൽ ഈ വിദ്യാധനം അപ്ലൈ ചെയ്യാം. ഇതുകൂടാതെ ഈ സ്കീമുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ ലഭ്യമാണ്. സൈറ്റിൻ്റെ അഡ്രസ്സ് www.schemes.wcd.kerala.gov.in എന്നാണ്. ഇതുകൂടാതെ ജില്ലയിലെ വനിതാ ശിശു വികസന ഓഫീസുകളിൽ വിളിച്ചാലും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അനുസരിച്ച് എങ്ങനെയാണ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആ യൂണിറ്റിലേക്ക് ഈ കേസുകൾ എങ്ങനെയാണ് റെഫർ ചെയ്യപ്പെടുന്നത്? അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
ചില സമയങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് സർവീസ് പ്രൊവൈഡ് സെന്ററുകളിലേക്ക് നേരിട്ട് കക്ഷികൾ വരും. നമ്മൾ ഒരുപാട് അവബോധ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ, ബോധവൽക്കരണം നടത്തുമ്പോൾ അവർക്ക് എവിടെ നിന്നൊക്കെയാണ് അതിനാവശ്യമായ കാര്യങ്ങൾ ലഭിക്കുക എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അതാത് സർവീസ് പ്രൊവൈഡ് സെന്ററുകളിലേക്ക്, തൃശ്ശൂർ ജില്ലയിൽ എവിടെയായാലും പല ഭാഗങ്ങളിലായിട്ട് 12ഓളം സർവീസ് പ്രൊവൈഡ് സെന്ററുകൾ നമുക്കുണ്ട്. അവിടേക്ക് അവർക്ക് എവിടേക്കാണോ എളുപ്പം എത്താൻ അവിടേക്ക് അവർ സമീപിക്കും. അതല്ലെങ്കിൽ നേരിട്ട് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസിലേക്ക് കക്ഷികൾ വരും. ഇത് കൂടാതെ പോലീസ് സ്റ്റേഷൻ വഴിക്കും പഞ്ചായത്തുകളിലുള്ള ജാഗ്രതാ സമിതികൾ വഴിക്കും കോർപ്പറേഷനുകളിൽ നിന്നും പിന്നെ ജില്ലയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഭൂമിക, സ്നേഹിത തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും കക്ഷികൾ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. ഇത് കൂടാതെ വീണ്ടും വരുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അശ്വതി പറയും. സ്ത്രീകളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. വകുപ്പിൻ്റെ കീഴിൽ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസ് അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിച്ചു വരുന്നുണ്ട്. വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ നമുക്ക് ആളുടെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകളുടെ നിയമപരിരക്ഷയും അവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ ഓർഡർ, അതുപോലെ കസ്റ്റഡി ഓർഡർ, റെസിഡൻഷ്യൽ ഓർഡർ, അങ്ങനെ അത്തരത്തിലുള്ള പരിരക്ഷകളാണ് അവിടെ നിന്ന് ലഭിച്ചു വരുന്നത്. മജിസ്ട്രേറ്റ് കോടതികളാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഫൈനൽ തീരുമാനം എടുത്തു വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ജില്ലയിൽ ഒരു സഖി OSC സെൻറ്റർ പ്രവർത്തിച്ചു വരുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ സഹായം, ലീഗൽ സഹായം തുടങ്ങി ഒരു പ്രധാനപ്പെട്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഷെൽട്ടർ സംവിധാനമാണ് അവിടെ പ്രധാനമായും നൽകി വരുന്നത്. ഈ പറഞ്ഞതുപോലെ DIR കേസുകളുടെ ഫീൽഡ് ലെവലിലുള്ള എൻക്വയറികൾ, ഫോളോ അപ്പുകൾ തുടങ്ങിയ സർവീസുകൾ അവിടെ നടന്നു വരുന്നു. സ്ത്രീകൾക്കും ഒപ്പം കുട്ടികൾക്കും അവിടെ അത്യാവശ്യമായി വേണ്ടി വരുന്ന ഷെൽട്ടർ കൊടുത്തു വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ തിരിച്ചു പോകാൻ ഒരു ഇടമില്ലാത്ത സ്ത്രീകളുടെ കേസിൽ SPCകളിലേക്കും DV ഷെൽട്ടർ ഹോമുകളിലേക്കും ഈ സ്ത്രീകളെ റെഫർ ചെയ്തിട്ട് അവരുടെ താമസം തുടങ്ങിയ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ അവിടെ കൊടുത്തു വരുന്നു. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് പ്രധാനമായും വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. ജില്ലയിൽ 1 എന്ന വീതമാണ് OSC സെന്ററുകൾ, സഖി വൺ സ്റ്റോപ്പ് സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പം ഇതൊക്കെ സ്ത്രീകൾക്ക് പരിരക്ഷ അതായത് ഒരു കൗൺസിലിങ്ങോ ലീഗൽ പ്രൊട്ടക്ഷൻ സെൻറ്ററിൽ എത്തുന്നു, അവിടെ ലീഗൽ കൗൺസിലിംഗ് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. പക്ഷേ അതിൻ്റെ മുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ മാം, അതായത് ഒരു ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇവർ ഒരു സർവീസ് പ്രൊവൈഡർ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഫാമിലി കൗൺസിലിങ്ങോ ഉണ്ടായിരിക്കും, ലീഗൽ കൗൺസിലിങ്ങോ ഉണ്ടായിരിക്കും. എത്ര പേര് കേസുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കേസുകൾ ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്? നമ്മുടെ സർവീസ് പ്രൊവൈഡിംഗ് സെന്ററിൽ വരുന്നവരൊന്നും കേസുമായി മുന്നോട്ട് പോകണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല വരുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരനുഭവിക്കുന്ന ആ ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് അവർക്കൊരു സംരക്ഷണം വേണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും കേസുകളുടെ എണ്ണം കൂട്ടുക, കേസുകളുടെ ബാഹുല്യം കൂട്ടുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം. ഈ ഗാർഹിക പീഡനങ്ങളെ വീടുകളിൽ നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും. ശ്രദ്ധിക്കേണ്ട കാര്യം ഗാർഹികമാണ്, വീടാണ്, കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അവിടെയുള്ള കുഞ്ഞു മക്കളെയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ഈ വരുന്ന ഓരോ സ്ത്രീകളെയും വിശദമായി കേൾക്കുവാനും. അതിനുശേഷം നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഇതിനുള്ള പ്രതിവിധികളാണ്. ചില സമയത്ത് അവർ പറയും, എതിർകക്ഷിയായ അമ്മ വരാണെങ്കിൽ മകനാണെങ്കിൽ മകനെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എതിർകക്ഷികളെ വിളിച്ച് വരുത്തി സംസാരിച്ച് ഇതിന്റെ മൂല കാരണം എന്താണെന്ന് കണ്ടെത്തി അവിടെയാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ചില സമയങ്ങളിൽ അവർക്ക് സൈക്കോളജിസ്റ്റിന് സഹായം വേണമെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുക അടക്കം ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടും ഒരു പരിഹാരം കാണുന്നില്ല എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളെ നമ്മൾ കോടതിയിലേക്ക് റെഫർ ചെയ്യുകയുള്ളൂ. ചില സമയങ്ങളിൽ ഭീകരമായ അതിക്രമങ്ങൾ നേരിട്ട്, ശാരീരികമായ അതിക്രമങ്ങൾ നേരിട്ട് മുറിവേറ്റ് ചോരയൊക്കെ ഒലിപ്പിച്ച് വരുന്ന സ്ത്രീകൾക്ക് നമ്മൾ ഉടനടി മെഡിക്കൽ എയ്ഡ് നൽകുകയും അവരുടെ കയ്യോടെ കേസ് DIR തയ്യാറാക്കി കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം നമ്മൾ അവരെ രണ്ടു കൂട്ടരെ വിളിച്ച് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് അവിടെ തന്നെ പരിഹാരം കണ്ടെത്തി അവരൊരുമിച്ച് വിടുകയും അതിനൊരു ഫോളോ അപ്പ് എന്ന രീതിയിൽ എല്ലാ മാസവും വീണ്ടും അവരെ വിളിച്ച് സംസാരിച്ച് അവരുടെ ഇപ്പോഴുള്ള ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുകയും അതിനുള്ള നിർദ്ദേശം കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പറഞ്ഞല്ലോ, ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ കീഴിൽ ചോദിച്ചു എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വരുന്നതെന്ന്.
ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല, ഒരു സർവീസ് പ്രൊവൈഡർ സെന്ററിലേക്കോ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസിലേക്കോ വരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനുള്ളൊരു പ്രൊജക്റ്റ് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ളതാണ് രക്ഷാദൂത്. രക്ഷാദൂതും തപാലെന്നും അത് മറ്റൊരു പേരുണ്ട്. ഒരു സ്ത്രീ അവൾക്ക് എന്താണോ പരാതി, അവൾ എന്താണോ അനുഭവിക്കുന്നതെന്ന് അവൾ എഴുതി തയ്യാറാക്കിയതിന് ശേഷം സ്റ്റാമ്പ് പോലും ഒട്ടിക്കാതെ തപാൽ എന്ന മേൽവിലാസത്തിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ കാണുന്ന ആ ചുവന്ന ബോക്സ് നിക്ഷേപിച്ചാൽ അത് നേരെ നമ്മുടെ വനിതാ ശിശു വികസന ഓഫീസിലേക്ക് ആ പരാതി എത്തുന്നതാണ്. അങ്ങനെയും അവിടെ ഒരു പരിഹാരം കാണാൻ സാധിക്കും. ഇനി എഴുത്തറിയാത്ത സ്ത്രീയാണ്, എഴുതാൻ അറിയില്ല എങ്കിൽ അവർക്ക് നേരെ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ്മാനോട് തപാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സ്ത്രീയുടെ പരാതി എഴുതിയെടുത്ത് നേരെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നതാണ്. ഇനി മറ്റൊന്നാണ് ഈ നേരത്തെ പറഞ്ഞു ശൈശവ വിവാഹ നിരോധന നിയമത്തെക്കുറിച്ച് പറഞ്ഞു. എവിടെയെങ്കിലും ശൈശവ വിവാഹം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിവ് ലഭിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിപ്പ് കൊടുത്താൽ ആ വ്യക്തിക്ക് ഒരു പാരിതോഷികമായിട്ട് 2500 രൂപ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൽകുന്നതാണ്. ശൈശവ വിവാഹം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സമ്മാനം നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളൊരു സ്കീമാണ് കാതോർത്ത് എന്ന് പറയുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് വളരെ വിജയകരമായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് കാതോർത്ത്. ഈ പറഞ്ഞതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് അതുപോലെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഓൺലൈൻ കൗൺസിലിംഗ് ആണ് നൽകി വരുന്നത്. അതിനായിട്ടൊരു കാതോർത്ത് പോർട്ടലുണ്ട്. ജസ്റ്റ് കാതോർത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ആ പോർട്ടലിലേക്ക് എത്താവുന്നതാണ്. സ്മാർട്ട് ഫോൺ എല്ലാവരും ഇപ്പം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വളരെ അപ്രോച്ചബിൾ ആണ് ഈ സർവീസ്. ഇപ്പോൾ കാതോർത്തിൽ അവരുടെ വ്യക്തിഗത വിവരങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ കൗൺസിലിംഗ് സർവീസ് അവർക്ക് ലഭ്യമാകുന്നതാണ്. പ്രധാനമായും 3 വിധത്തിലുള്ള കൗൺസിലിംഗ് ആണ് ഇതുവഴി ഈ പദ്ധതി വഴി ലഭ്യമാകുന്നത്. പോലീസ് എയ്ഡ്, അതുപോലെ ലീഗൽ കൗൺസിലിംഗ്, അതുപോലെ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സർവീസ്. 2 കൗൺസിലിംഗ് സെഷനാണ് ഇവർക്ക് ലഭ്യമാകുന്നത്. പൂർണ്ണമായും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് യാതൊരു വിധത്തിലുള്ള പൈസ ചെലവും ഇതിന് വരുന്നില്ല. അതുപോലെ തന്നെ യാത്രാക്ലേശം വരുന്നില്ല. നമുക്കൊരു സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യം മാത്രമാണ് ഇതിൽ വേണ്ടി വരുന്നത്. ഈ കാതോർത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ സ്ത്രീ ഇരിക്കുന്നത് അവളുടെ സൗകര്യത്തിനാണ് ഇവിടെ കൗൺസിലിംഗ് നടക്കുന്നത്. ഒരിക്കലും നമ്മളൊരു കൗൺസിലിംഗ് സെന്ററിൽ പോയാൽ മുൻകൂട്ടി ടൈം ബുക്ക് ചെയ്യണം, നമ്മൾ അവരുടെ പെർമിഷൻ എടുക്കണം, ഇവിടെ അതൊന്നും വേണ്ട. അതിൽ സൈറ്റിൽ തന്നെ ടൈം കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണോ ഈ സ്ത്രീക്ക് പറ്റിയ ടൈം, ആ ടൈം ഈ സ്ത്രീ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവളുടെ സമയത്ത് അവളുടെ വീട്ടിലിരുന്ന് അവൾക്ക് കൗൺസിലിങ്ങിനുള്ള എല്ലാ സഹായവും ഈ കാതോർത്തിലൂടെ ലഭിക്കുന്നതാണ്. മാഡം കോട്ട് ചെയ്ത മറ്റേ ശൈശവവിവാഹത്തിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് പൊൻവാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊരു 2000 രൂപയോളം 2500 രൂപയോളം അതിന് പാരിതോഷികമായിട്ട് നൽകപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെക്കുറിച്ചുള്ള ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും WCDയുടെ സൈറ്റിൽ ലഭ്യമാണ്. മുമ്പ് പറഞ്ഞ WCD സൈറ്റ് നോക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അതിനകത്ത് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ കളക്ടറേറ്റിലുള്ള WCD ഓഫീസിലോ DCP ഓഫീസിലോ സമീപിക്കാവുന്നതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള നിയമപരിരക്ഷകളെ കുറിച്ചും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്കീമുകളും സർവീസുകളെ കുറിച്ചാണ് നമ്മളോടൊപ്പം ഇന്ന് അഡ്വക്കേറ്റ് റീന, അശ്വതി, ദീപ എന്നിവർ സംസാരിച്ചിട്ടുള്ളത്. ഇവരോട്